സ്കൂളിലെ കുട്ടികളോട് പറയുന്നത് ചോറ്, കുറച്ച് മുളക് കലക്കിയ പച്ചവെള്ളം, വേണമെങ്കിൽ എടുത്ത് നക്ക് എന്ന് പറയുന്ന ഒരു സംസ്കാരം, അതിനെതിരെ പ്രതികരിക്കാൻ ഒരു യുവ തലമുറ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും. നമസ്കാരം. നമ്മുടെ നാട്ടിലെ പാർട്ടി നേതാക്കളുണ്ടല്ലോ, കടക്കഴവന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കടക്കഴവന്മാർ, ഇവരൊക്കെ, ഈ നേതാക്കളൊക്കെ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ യുവതലമുറ, അതായത് വിദ്യാർത്ഥികൾ, യുവാക്കൾ, അവരൊക്കെ ഈ പറയുന്ന നേതാക്കന്മാർ പറയുന്നത് പോലെ റാൻമൂളികളായിട്ട്, അവരുടെ ആജ്ഞാനുവർത്തികളായിട്ട് എക്കാലവും എല്ലാ കാലവും അവരുടെ പിന്നാലെ വാലാട്ടി ഇങ്ങനെ നടന്നോളൂന്നാണ്. പാർട്ടിയുടെ കൊടികൾ എടുത്ത് വെച്ചു കൊടുത്താൽ ആ കൊടീൻ്റെ കീഴിൽ തണല് പറ്റി ഒരു ചോദ്യം ചോദിക്കാതെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വെറും അനുയായികളായി, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ അടിമകളായി ഈ പുതിയ തലമുറയെ ഒതുക്കി നിർത്താമെന്നാണ് അവരുടെ ഈ നേതാക്കന്മാരുടെ വ്യാമോഹം. എന്നാൽ ഈ പരമ്പരാഗത രാഷ്ട്രീയക്കാരെന്ന് അവകാശപ്പെടുന്ന കടൽക്കഴവന്മാർ അവരുടെ ജാമ്പവൻ്റെ കാലത്തെ ബുദ്ധിൻ്റെ പിന്നാലെ പോയാൽ, അവരുടെ കുതന്ത്രങ്ങളുടെ പിന്നാലെ പോയാൽ, അതിൽ വീണു പോയി കഴിഞ്ഞാൽ സ്വന്തം ഭാവി എന്തായാലും തൊലയും, അതോടൊപ്പം ഈ നാടിൻ്റെ ഭാവി തന്നെ അപകടത്തിലാകും എന്ന് സാധാരണ ചെറുപ്പക്കാർ, അതായത് രാഷ്ട്രീയ അടിമകളായി നിൽക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത്, ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാർ അവർ നന്നായി ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. ഈ ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തുന്ന അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ, വല്ലാത്തൊരവസ്ഥയുണ്ട്. ജാതീയമായിട്ടും അല്ലാതെയും ഒക്കെ വേർതിരിച്ച് നിർത്തുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന ഒരു അവസ്ഥ, അത് നന്നായി തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഈ ജൻസി പിള്ളേർ, അതായത് യുവാക്കൾ, ഈ പഴയ രാഷ്ട്രീയ ചട്ടക്കൂടുകളൊക്കെ വലിച്ചു പൊട്ടിച്ചിട്ട് ധൈര്യപൂർവ്വം കളത്തിലേക്ക് ഇറങ്ങുന്നത്, മുന്നോട്ട് വരുന്നത്. നമ്മുടെ ഈ നാടിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒക്കെ യഥാർത്ഥ പ്രതീക്ഷ സത്യത്തിൽ ഈ തലമുറയിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ട് പാർട്ടിയെ എതിർത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. പക്ഷേ ഈ യുവാക്കളുടെ, അവരുടെ സ്വന്തം ചിന്താശേഷിയും അവരുടെ ആത്മാഭിമാനവും അധികാര കേന്ദ്രങ്ങളായിട്ടുള്ള കടൽക്കഴവന്മാർക്ക് മുന്നിൽ പണയം വയ്ക്കാൻ അവർ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ഈ യുവാക്കളുടെ സ്വപ്നങ്ങളെയും അവരുടെ മുന്നേറ്റങ്ങളെയും ഒക്കെ മുളയിലേ നുള്ളിക്കളയാൻ, അവരെ തല്ലി തകർത്ത് കളയാൻ, ഇല്ലാതാക്കി കളയാൻ ഭരണകൂടം അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഈ കാലത്ത് എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ രാജ്യത്തെ സ്കൂളുകളിൽ, ഗ്രാമങ്ങളിൽ നടക്കുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് ഈ പുതിയ കുട്ടികൾ അവർ സ്വന്തം മൊബൈൽ ക്യാമറകളിൽ പകർത്തിയിട്ട് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് തുറന്നിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ നേതാക്കന്മാർ പറയുന്ന പോലെയല്ല, തങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അയച്ചിട്ടുള്ള ജനപ്രതിനിധികൾ എന്ന് വിളിക്കുന്ന തങ്ങളുടെ തമ്പുരാക്കന്മാർ എന്താണ് ഈ നാട്ടിൽ കാണിച്ചു കൂട്ടുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ദൃശ്യങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് ഇല്ല, അല്ലെങ്കിൽ മഴ പെയ്താൽ ചോരാത്ത നല്ലൊരു കെട്ടിടമോ ഇല്ല, അങ്ങനെയുള്ള വിദ്യാലയങ്ങൾ. അതുപോലെ സ്കൂളിലേക്ക്, തങ്ങളുടെ വിദ്യാലയത്തിലേക്ക് മര്യാദയ്ക്ക് നടന്നു പോകാൻ കഴിയാത്തത് കൊണ്ട് ആ വഴി ഒന്ന് ടാർ ചെയ്ത് കിട്ടാൻ വേണ്ടി കൊച്ചു കുട്ടികൾക്ക് പോലും കളക്ടറേറ്റിലേക്ക് മാർച്ച് ചെയ്യേണ്ടി വരുന്ന ഗതികേട്, ഇതെല്ലാം ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നിടുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചഭക്ഷണത്തിൽ നൽകുന്ന സാമ്പാറിൻ്റെ കഥയും കൂടി ഈ മീഡിയകളിൽ വരുന്നുണ്ട്. പച്ചവെള്ളത്തിൽ കുറച്ച് മുളക് കൂടി കലക്കിയിട്ട് അതിന് സാമ്പാർ എന്ന് പേരിട്ടുകൊണ്ട് വിളമ്പുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള കാഴ്ച, അതും അവർ പുറം ലോകത്തേക്ക് എത്തിക്കുകയാണ്. ചോറിടുന്നു, എന്നിട്ട് കുറേ പച്ചവെള്ളം എടുക്കുന്നു, പച്ചവെള്ളത്തിൽ കുറച്ച് മുളക് പൊടി കലക്കുന്നു, എന്നിട്ട് അത് കുട്ടികൾ ചോറിടാൻ വേണ്ടി കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള വലിയ വീഴ്ചകളാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. നമ്മുടെ രാജ്യം ലോകത്തെ നമ്പർ 1 ആണ്, ഡിജിറ്റൽ ഇന്ത്യയാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഭരണാധികാരികൾ ഈ അടുത്ത തലമുറയോട്, അതായത് നാളെ ഇന്ത്യയെ നയിക്കേണ്ടവരോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് അവർ തിരിച്ചറിയുമ്പോൾ അവർ ഈ പരമ്പരാഗത രാഷ്ട്രീയത്തോട് വിമുഖത കാണിക്കും, എതിർപ്പുണ്ടാക്കും. അതുകൊണ്ടാണ് ഡൽഹിയിൽ പാറ്റ വിപ്ലവമൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇത്തരത്തിലുള്ള വലിയ വീഴ്ചകൾ എടുത്ത് കാണിച്ചു കൊടുത്താൽ അത് ഭരണകൂടം തിരുത്തി അത് സംവിധാനങ്ങൾ നന്നാക്കുന്നതിന് പകരം, ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊക്കെ പകരം, ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്ന, ചോദ്യം ചോദിക്കുന്നവരെയൊക്കെ, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെയും ഒക്കെ ഏതുവിധനെയും നിശബ്ദരാക്കാം, എങ്ങനെയും തല്ലിക്കൊല്ലാം, അല്ലെങ്കിൽ എങ്ങനെയും ഒതുക്കാം എന്ന നിലയിലാണ് ഭരണാധികാരികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ള പാറ്റാ വിപ്ലവം, വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയുള്ള രാജിവെക്കേണ്ടി വന്നിരുന്ന സാഹചര്യം അറിയാമല്ലോ. ആ സമരം നോക്കുക, ആ സമരത്തിൽ അവരോട് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അവർ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കാനോ നമ്മുടെ ഭരണകൂടം തയ്യാറായില്ല. അവരെ അടിച്ചു നിരത്തുകയാണ് ചെയ്തത്. അതായത് അധികാരം കയ്യിലുള്ളത് കൊണ്ട് ഒരു ഏകാധിപത്യം, ഹിറ്റ്ലറെക്കാളും ക്രൂരമായി രാജ്യത്തെ പൗരന്മാരെയും നാളത്തെ തലമുറയും അടിച്ച് ഒതുക്കിക്കളയാം എന്നൊരു ധാർഷ്ട്യമുണ്ട്. ആ ധാർഷ്ട്യത്തിൽ വേണമെങ്കിൽ എടുത്ത് നക്കിക്കൂടാ എന്നാണ് സ്കൂളിലെ കുട്ടികളോട് പറയുന്നത്. ചോറ്, കുറച്ച് മുളക് കലക്കിയ പച്ചവെള്ളം, വേണമെങ്കിൽ എടുത്ത് നക്ക് എന്ന് പറയുന്ന ഒരു സംസ്കാരം, അതിനെതിരെ പ്രതികരിക്കാൻ ഒരു യുവ തലമുറ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടൊപ്പം നിൽക്കും വലിയൊരു സമൂഹം. അത് സ്വാഭാവികമല്ലേ? ജനങ്ങളുടെ അടിസ്ഥാന
സങ്കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം ചോദ്യങ്ങൾ ഉയർത്തുന്ന സാധാരണക്കാരെയും യുവജനങ്ങളെയും ഒക്കെ ക്രിമിനൽ പട്ടികയിൽപ്പെടുത്തി ഭയപ്പെടുത്താനാണ് പോലീസ് സംവിധാനങ്ങളെ ഉപയോഗിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പീഡന വീരന്മാരും മയക്കുമരുന്ന് കച്ചവടക്കാരൊക്കെ ആണത്രേ അങ്ങനെ ആക്കി തീർക്കുകയാണ്. അവരുടെ ഭാവി തന്നെ തൊലച്ചു കളയണം. എന്താ അവർ ചെയ്ത തെറ്റ്? ഈ ഭരണാധികാരികൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളാണ്, അതൊന്നും ചെയ്തിട്ടില്ല, അത് വേഗം വന്ന് ചെയ്യൂ എന്ന് പറയുന്നതിന് കുരു പൊട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആര് എന്ന് ആ ഒരു ചോദ്യം ധാർഷ്ട്യമാണ്, ഒരു ഏകാധിപത്യമാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മഹാക്രൂരതയാണ്. ഇത്തരത്തിൽ ജന്തർ മന്ദറിലടക്കം സമരം ചെയ്തിട്ടുള്ള രാജ്യത്തിൻ്റെ പല ഭാഗത്തും തങ്ങളുടെ ആവശ്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ യുവാക്കൾ, ചെറുപ്പക്കാർ, അവരെ കൂട്ടത്തോടെ ഫോട്ടോ എടുക്കുന്നു. ഫേസ് ഡിറ്റക്ഷൻ ക്യാമറകളൊക്കെ ഉപയോഗിച്ച് ഭരണകൂടത്തിനെതിരെ ആരൊക്കെയാണ് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് അവരെയൊക്കെ ഒറ്റയ്ക്ക് തെരഞ്ഞുപിടിച്ച് കണ്ടെത്താൻ പറ്റുമല്ലോ. ഇപ്പോൾ ആധാർ അടക്കമൊക്കെ ഉണ്ടല്ലോ. കണ്ടെത്തിയ ശേഷം എവിടെയുള്ളതാണ് കണ്ടെത്തിയിട്ട് അവരെ വേട്ടയാടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വിദ്യാഭ്യാസം തടയുക, അവരെ ജയിലിൽ അടയ്ക്കുക, കള്ളക്കേസ് ചുമത്തി കൊടുക്കുക, മുച്ചൂട് നശിപ്പിക്കുക. ഈ കടൽക്കടവന്മാർ അസ്തമിക്കുന്നതോടുകൂടി നമ്മുടെ രാജ്യം അസ്തമിക്കുമെന്ന് പറയുന്നത് കൊണ്ടാണ് അടുത്ത തലമുറയെ അവരുണ്ടാക്കി നിർത്തുന്നില്ല നയിച്ചുകൊണ്ട് പോകാനുള്ള. അഴിമതിക്കും അനീതിക്കുമൊക്കെ എതിരെ വളരെ സമാധാനമായി പ്രതിഷേധിക്കുക എന്നത് നമ്മുടെ ഭരണഘടന ഓരോ പൗരനും ഉറപ്പു നൽകുന്ന മൗലികാവകാശമാണ്. അതാണ് ആ പിള്ളേർ ചെയ്യുന്നത്. കോടതികൾ അനുവദിച്ചിട്ടുള്ള ജാമ്യത്തിൽ പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് പോലും ഭരണഘടനാപരമായിട്ടുള്ള പൗരാവകാശങ്ങൾ നിലനിൽക്കെ ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളെ അവരെ കൊടും ക്രിമിനലുകളാക്കി മുദ്രകുത്തി ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് അവർക്ക് വിദേശ പഠനമോ വിദേശ യാത്രകളോ തടഞ്ഞ് സ്വന്തം നാട്ടിൽ പോലും അവർക്ക് ജീവിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ച് വെക്കുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണകൂട ഭീകരതയാണ്. നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് അധികാരികൾ നേരിട്ട് കാണാത്തത് കൊണ്ട് അത് ഇതാണ് എന്ന് ഭാരതത്തിലെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന, അങ്ങനെ കൊണ്ടുവരാനൊന്നും മടിക്കാത്ത, ആരെയും ഭയക്കാത്ത, നേരെ നോക്കി ചോദ്യം ചെയ്യാൻ തൻ്റെ ഇടം കാണിക്കുന്ന യുവത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ തകരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഭാവിയാണ്, രാജ്യത്തിൻ്റെ ഭാവിയാണ്. രാജ്യം തന്നെ ഇല്ലാതാകുന്നൊരവസ്ഥയാണ്. പാവപ്പെട്ടവൻ്റെ കണ്ണീരിൻ്റെ ഒപ്പം നിൽക്കുകയും അനീതികൾ കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്ന ധീരരായിട്ടുള്ള ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരെ അടിച്ചമർത്താൻ നോക്കിക്കഴിഞ്ഞാൽ രാജ്യം വലിയ, നമ്മൾ ചിന്തിക്കാത്ത അത്ര ഭീകരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് വീണുപോകും. ഇന്നത്തെ ജനങ്ങളുടെ, സാധാരണക്കാരുടെ പച്ചയായ ജീവിത പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അധികാരത്തിൻ്റെയും ഭീഷണിയുടെയൊക്കെ ബലത്തിൽ ഭരണം തുടരാമെന്ന് ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ ആ ഭരണത്തിന് അധികം ആയുസ്സുണ്ടാവില്ല. കാരണം ഇവിടെ യുവാക്കളെന്ന് പറയുന്നത്, വളർന്നു വരുന്ന തലമുറ അത്രത്തോളമുണ്ട്. അവർ ഒന്നിച്ചൊന്ന് പാറിയാൽ, പറഞ്ഞല്ലോ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വെറുതെ ഈ പാറ്റകളെല്ലാം കൂടി ഒരുമിച്ചൊന്ന് പാറിയാൽ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന്. ധാർഷ്ട്യത്തിൻ്റെ അങ്ങേയറ്റമുണ്ടായിരുന്നു. എന്തും ചെയ്യാം, ഈ രാജ്യത്ത് ഞങ്ങൾ എന്തും ചെയ്യും എന്ന് കരുതിയിരുന്ന ഒരു മന്ത്രിക്ക് അവസാനം രാജിവെച്ച് പോകേണ്ടി വന്നു. അതിൻ്റെ പ്രതികാര നടപടികളോടെ നടക്കുന്നെങ്കിലും രാജിവെക്കേണ്ടി വന്നു. അത്രത്തോളം ശക്തിയാണ്. ആ ശക്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒന്നായി ആഞ്ഞു പിടിച്ചുകൊണ്ട് ഈ ഭരണത്തെ മൂലയ്ക്കിരുത്തുകയും അതേ യുവാക്കൾ അധികാരത്തിൽ കയറി ഇന്ന് ഈ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ തോന്നിയാസങ്ങൾ കാണിക്കുന്നവരെ വിചാരണ ചെയ്യുന്ന, ശിക്ഷിക്കുന്ന ഒരു അവസ്ഥ വരികയും ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ അധികാരികൾ നാളെ കാരാഗൃഹത്തിൽ കിടക്കുന്നൊരു സാഹചര്യം വരും. അതുണ്ടാകാതിരിക്കാനെങ്കിലും വിവേകബുദ്ധി ഇന്നത്തെ കടൽക്കടവന്മാർക്ക് ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.